ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ എല്ലാവരോടും ഇങ്ങനെ എൻ്റെ കടങ്ങളെല്ലാം തീർത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് ഇത്രയും വേഗം കടങ്ങളൊക്കെ ഒരുവിധം തീർത്തത് എന്നതൊന്ന് പറഞ്ഞു തരാമോ എന്നൊന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഹോം ലോൺ എടുത്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, നമ്മൾ എത്ര അടച്ചാലും തീരത്തുമില്ല. പലിശയുടെ പലിശയും ചിലപ്പോൾ എങ്ങനെ അടയ്ക്കാൻ വിട്ടുപോയാൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കാശില്ലാണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പെരുക്കി വലിയൊരു കടവും ബാധ്യതയായിട്ട് അങ്ങനെ കിടക്കും. അപ്പോൾ ആ ഒരു അവസ്ഥയിലൊക്കെ നിൽക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത്. സാധാരണ നമ്മൾ എന്താ ചെയ്യുക, സാധാരണ ഇപ്പോൾ ഹോം ലോൺ ഉള്ളവർ അല്ലെങ്കിൽ ബാങ്ക് ലോൺ ഉള്ളവർ പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു EMI മാത്രമാണ് അടയ്ക്കുക. ആ ബാങ്ക് പറഞ്ഞിട്ടുള്ള EMI അടച്ചിട്ട് ചിലപ്പോൾ 20 വർഷത്തേക്കായിരിക്കും അല്ലെങ്കിൽ 30 വർഷത്തേക്കായിരിക്കും EMI എന്ന് പറയുന്ന അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുക അയ്യോ 16,000 രൂപ അടച്ചാൽ മതി, അല്ലെങ്കിൽ ഈ ഒരു EMI തുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 20,000 രൂപ ആയിരിക്കും, അത് മാത്രം അടച്ചാൽ മതി, ബാങ്ക് ലോൺ അങ്ങനെ അടഞ്ഞു പോകുന്നുണ്ടല്ലോ, അത് മാത്രം അടച്ചാൽ മതി, അതൊരു ആശ്വാസമാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ അങ്ങനെ നിങ്ങൾ ഈ EMI തുക മാത്രമായിട്ട് ഇങ്ങനെ ബാങ്കിൽ അടച്ചടച്ച് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ലോൺ പെട്ടെന്ന് ക്ലോസ് ആകത്തൂല്ല. 20 വർഷം പിടിക്കുകയും ചെയ്യും. നിങ്ങൾ ഈ ഒരുപാട് തുക, നിങ്ങൾ ഈ ലോൺ എടുത്തതിൻ്റെ ഇരട്ടി തുക ചിലപ്പോൾ അടയ്ക്കേണ്ടതായിട്ടും വരാം. ചിലപ്പോൾ നമ്മൾ വിട്ടു പോവാണ്, അല്ലെങ്കിൽ നമ്മളിൽ അടയ്ക്കാൻ തുകയില്ലാണ്ട് ഒരു 3 വർഷമോ അല്ലെങ്കിൽ 2 വർഷമൊക്കെ നമ്മൾ ഇങ്ങനെ പെൻഡിങ് ഇട്ടേക്കുവാണെങ്കിൽ ചിലപ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. കാരണം നമ്മൾ എത്ര രൂപയാണോ പ്രിൻസിപ്പൽ എമൗണ്ട് എടുത്തത് അതിൻ്റെ ഇൻട്രസ്റ്റ് ആയിരിക്കും ആ ഒരു വർഷത്തേക്ക് വരുന്നതെന്ന് പറയുന്നത്. പിന്നെ ആ ഒരു പലിശയ്ക്കും നമ്മൾ വീണ്ടും ഇൻട്രസ്റ്റ് കൊടുക്കണം. അതായത് 1 ലക്ഷം രൂപ എടുത്ത ആൾ ഇപ്പോൾ ഹോം ലോണൊക്കെയാണ് ഇപ്പോൾ 10%, 9.5 അതൊക്കെയാണ് പലിശ വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു വർഷത്തേക്കൊക്കെ അടയ്ക്കാണ്ടിരിക്കുകയാണെങ്കിൽ പ്ലസ് ഇതിൻ്റെ കൂടെ എത്രയാണോ ഈ ഒരു മാസത്തെ 9% അല്ലെങ്കിൽ 10%, 1 ലക്ഷത്തിൻ്റെ 9% അല്ലെങ്കിൽ 10%, അതിൻ്റെ 12 മാസം ഉണ്ടെങ്കിൽ ആ 12 മാസത്തെ ഈ 9% പ്ലസ് അപ്പോൾ അത് കൂട്ടുപലിശ ആവുകയാണ്. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ചെയ്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ കുറച്ചുകൂടെ എമൗണ്ട്, അതായത് പ്രിൻസിപ്പൽ എമൗണ്ടിലോട്ട് കുറച്ചുകൂടെ ഈ EMI എമൗണ്ട് അല്ലാണ്ട് കുറച്ച് എക്സ്ട്രാ എമൗണ്ടും കൂടി അടച്ച് ചേർക്കുക. അങ്ങനെയാണ് ഈ ബാങ്ക് ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് പല പ്രാവശ്യമായിട്ട് എനിക്ക് കൊറോണയൊക്കെ വന്ന സമയത്ത് എനിക്ക് അടയ്ക്കാൻ പറ്റാണ്ടായിട്ട് ബാങ്ക് ലോൺ അങ്ങ് പെൻഡിങ് ആയിപ്പോയിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ പലിശയുടെ പലിശയും കൂട്ടുപലിശയൊക്കെ ആയിട്ട് വന്ന് വലിയൊരു എമൗണ്ടായി മാറിയിരുന്നു അത്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് അടച്ച് തീർത്തതെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ പോലെ പ്രിൻസിപ്പൽ എമൗണ്ടിലോട്ട് കൂടുതൽ പൈസ അടച്ചിട്ട് നമുക്ക് ആ ഒരു ലോൺ തീർക്കാം. അതായത് കൂടുതൽ പൈസ കൂട്ടി അടയ്ക്കുക. സാധാരണ നമ്മളിപ്പോൾ 16,000 രൂപയാണ് EMI അടയ്ക്കുന്നതെങ്കിൽ അത് ചിലപ്പോൾ 20 വർഷത്തേക്കോ 30 വർഷത്തേക്കോ ഉള്ള ഒരു EMI ആയിരിക്കും, അതിൻ്റെ പീരീഡ് അതായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഒരു EMI അടയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു 5,000 രൂപയോ 10,000 രൂപയോ കൂട്ടി അടയ്ക്കുക. അപ്പോൾ അത് നമ്മുടെ മുതലിലോട്ട് ആക്കാൻ വേണ്ടി പറയുകയും ചെയ്യണം ബാങ്കിൽ. അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു EMIയുടെ കൂട്ടത്തിൽ എക്സ്ട്രാ അടയ്ക്കുന്ന പേയ്മെൻറ്റ് അങ്ങനെ ഇടുക അവർ ചെയ്യുക. അപ്പോൾ ബാങ്കിനതാണ് ലാഭം, അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ എക്സ്ട്രാ ബാങ്കിലോട്ടൊരു മെയിൽ അയച്ചാൽ മതി, ഇതുപോലെ ഞാനൊരു എക്സ്ട്രാ എമൗണ്ട് അയച്ചിട്ടുണ്ട്, അത് നിങ്ങൾ ദയവായിട്ട് എൻ്റെ ഈ പ്രിൻസിപ്പൽ എമൗണ്ടിലെ തുകയിൽ കുറച്ച് തരണം എന്ന് പറയണം. അതല്ല എങ്കിൽ ഞാൻ ചെയ്ത വേറൊരു ഉപായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ KSFE ഉണ്ടല്ലോ, അതിനകത്ത് ചെറിയ ചിട്ടികൾ ചേരും. അതായത് 3 ലക്ഷം രൂപയുടെ 2 ലക്ഷം രൂപയുടെ ചിട്ടികൾ, നമ്മളെ കൊണ്ട് അടയ്ക്കാൻ പറ്റുന്ന ചിട്ടികൾ നമ്മൾ ചേരും. അപ്പോൾ അതാകുമ്പോൾ ചെറിയ അടവുകളെ 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപയുടെയൊക്കെ ചിട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ അടവുകളാണ് ഉണ്ടാവുക. അപ്പോൾ അതിനകത്ത് കുറച്ച് പൈസ ഇങ്ങനെ ചിട്ടി അടവായിട്ട് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് എനിക്ക് പറ്റുന്ന പൈസയാകുമ്പോൾ ഞാൻ ചിട്ടി വിളിക്കും. അപ്പോൾ ഒന്നെങ്കിൽ നമ്മളതിന് ഗോൾഡ് അവിടെ അടവായിട്ട് വെക്കണം. അതായത് ഒരു എന്താ പറയുക, അവരുടെ ഒരു വിശ്വാസത്തിന് ഒന്നെങ്കിൽ ഗോൾഡായിരിക്കാം, അതല്ലെങ്കിൽ ലാൻഡോ പ്രോപ്പർട്ടിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആധാരമോ, അതല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസിൽ ആരെങ്കിലും നിങ്ങളുടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ഗവൺമെൻറ് സർവീസിലുള്ള വ്യക്തിയാണെങ്കിൽ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ മതി, അവർ ജാമ്യം നിന്നാൽ മതി. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ KSFE നല്ലൊരു ഇതാണ്. അതിനകത്ത് പലിശയൊന്നും ആവുന്നില്ല. ആ ഒരു ചിട്ടിയുടെ ഫസ്റ്റ് ഒരു തുക മാത്രം ആ ചിട്ടിക്കാർ അങ്ങനെ ആണല്ലോ, ഫസ്റ്റ് എമൗണ്ട് അവർക്കുള്ളതാണ് എന്നുള്ള രീതിയിൽ ആ ഒരു ഇനിഷ്യൽ എമൗണ്ട് അവർ എടുക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ചിട്ടി വിളിച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടെ ലാഭമാണ്. അപ്പോൾ ഒരു വലിയൊരു തുക നമുക്ക് കിട്ടുകയും ചെയ്യും. കാരണം അത്രയും വലിയൊരു തുക നമ്മുടെ കയ്യിൽ ഒറ്റയടിക്ക് എടുക്കാനുണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ ഒരു ചിട്ടി വിളിച്ച് ഈ തുക കൊണ്ടുപോയി നേരെ ബാങ്കിലോട്ട് അടയ്ക്കുക. അപ്പോൾ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഇതിനകത്തോട്ട് അടച്ചങ്ങ് തീർക്കുമല്ലേ. അതിനുശേഷം ചിട്ടി എന്ന് പറഞ്ഞാൽ പലിശയില്ല, മാസം പലിശയല്ല, അതിൻ്റെ അടവുകൾ അടച്ചടച്ചടച്ചത് തീർക്കുക. അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് എനിക്ക് ഒരുപാട് ബെനിഫിറ്റ് ആയിരുന്നു. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ വലിയ ചിട്ടികളല്ല, 25-35 ലക്ഷം രൂപയുടെ ചിട്ടികൾ നമ്മൾ ചേരാൻ നിൽക്കുന്നത്. നമ്മളെ കൊണ്ട് പറ്റുന്ന ചിട്ടികളെ ചേരാൻ പാടുള്ളൂ. 1-2 ചിട്ടികൾ ചേരാം ഇതുപോലെ 3 ലക്ഷത്തിൻ്റെയോ 2 ലക്ഷത്തിൻ്റെയോ. എന്നിട്ട് അതിൻ്റെ വിളിയാവുമ്പോൾ തന്നെ, നമ്മൾ വിളിക്കുറവ് കാണുമ്പോൾ തന്നെ നമ്മൾ വിളിച്ച് എടുക്കാൻ നോക്കുക. അത് നല്ലൊരു
ഉപായമാണ്. പിന്നെ എനിക്ക് പറയാനുള്ള ഈ ഇതുപോലെ കടങ്ങളൊക്കെ ഉള്ള ഹോം ലോണൊക്കെ വലിയ ഹ്യൂജ് ഹോം ലോണൊക്കെ ഉള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ദയവായിട്ട് നിങ്ങൾക്ക് എടുത്താൽ പോകാത്ത കടങ്ങളൊന്നും വലിച്ച് തലയിലോട്ട് വെക്കരുത്. നമ്മൾ എപ്പോഴും നമ്മുടെ സാലറി ഇപ്പോൾ 10,000 രൂപ സാലറി ഉണ്ടെങ്കിൽ ഒരിക്കലും 15,000 രൂപ കടം മേടിക്കാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. ഞാനിപ്പോൾ പറഞ്ഞ ചെറിയൊരു കണക്കാണേ, അതായത് ചെറിയ കണക്ക് 15,000 എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കണക്കാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ ഒരു 10,000 രൂപയുടെ ജോലിക്കാരനാണെന്നിരിക്കട്ടെ, നമ്മളിപ്പോൾ പോയിട്ട് 50-60 ലക്ഷം രൂപയുടെ ലോൺ എടുത്ത് വെക്കരുത്. ഒരിക്കലും നമുക്ക് അടയ്ക്കാൻ പറ്റത്തില്ല. ലൈഫ് ലോൺ നമ്മൾ കിടന്ന് കഷ്ടപ്പെട്ടാലും ഈ ലോൺ അടയ്ക്കാൻ പറ്റത്തില്ല. ലോൺ അടയ്ക്കൽ മാത്രമല്ലല്ലോ നമ്മുടെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലിലെ കേസുകൾ വരാം, അതിൻ്റെ ഇടയ്ക്ക് വിവാഹങ്ങൾ വരാം, പല പല കാര്യങ്ങളും വരാം നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ഇതെല്ലാം കൂടി മെയിൻറ്റെയിൻ ചെയ്യണം. അതുമാത്രമല്ല, ദിവസം കൂടുന്നവർ നമ്മുടെ വീട്ടിൽ ഓരോ സാധനത്തിൻ്റെ മേടിക്കുന്ന സാധനങ്ങളുടെ എല്ലാം വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഗ്യാസ്, പത്രം, പാല് എല്ലാം. അപ്പോൾ അതെല്ലാം കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഒരു കടം മേടിക്കാനെന്ന് പറഞ്ഞാൽ. ഇനി കാലം പോകുന്നതോടും ഇങ്ങനെ കൂടി വരത്തേയല്ലേ ഉള്ളൂ. അപ്പം നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഭാരങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. പിന്നെ നമ്മുടെ കയ്യിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇപ്പം ഹോം ലോൺ ഉണ്ട്, ഗോൾഡ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പം നമ്മളെന്താണെന്ന് വെച്ചാൽ ഗോൾഡ് എന്തായാലും ഇരുന്നിട്ട് പെരുകാനൊന്നും പോകുന്നില്ല. പക്ഷേ ഹോം ലോണൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോണുകൾ ഉണ്ടെങ്കിൽ അതിങ്ങനെ നിന്ന് അങ്ങ് പെരുകിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഗോൾഡ് കൊണ്ടുപോയിട്ട് ഒന്നെങ്കിൽ പണയം വയ്ക്കുക, ഏറ്റവും നല്ലത് വിൽക്കുന്നതാണ്. പണയം വെച്ചാൽ അതിന് ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കണ്ടേ. അപ്പോൾ ഇപ്പം എല്ലായിടത്തും 9% ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, വലിയ കുറവൊന്നുമില്ല. അപ്പോൾ ഈ ഗോൾഡിന് ഇപ്പോൾ റേറ്റ് കൂടുതലല്ല. അപ്പോൾ ഗോൾഡ് കൊണ്ടുപോയി വിറ്റിട്ടാണെങ്കിൽ കടങ്ങൾ വീട്ടുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഇൻട്രസ്റ്റ് ആക്കി അടയ്ക്കേണ്ട പൈസ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചാൽ പോലും പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു ഗോൾഡായാലും മേടിക്കാം. പക്ഷേ കടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്താലും തീരത്തില്ല. എത്രയും പെട്ടെന്ന് അത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇങ്ങനെയാണ് കടങ്ങളെല്ലാം വീട്ടിയത്. എല്ലാ കടങ്ങളൊന്നും വീട്ടിയില്ല കേട്ടോ. പിന്നെ ഞാൻ ദുബായിലുള്ളത് കൊണ്ട്, ഞങ്ങൾ ഫാമിലിയായിട്ട് ദുബായിലായതുകൊണ്ട് മാത്രം എൻ്റെ ഹസ്ബൻഡ് ഒരു ലോൺ എടുത്തിരുന്നു. നാട്ടിലെ ലോണുകൾ ഞങ്ങൾ അങ്ങനെയാണ് തീർത്തത്. കാരണം നാട്ടിൽ നമ്മൾ പൈസ ഇപ്പോൾ ചിലരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നാട്ടിൽ വീട്ടുകാരുടെ പേരിൽ എന്തിനാണ് പൈസ അയച്ചത്, ഈ ലോണുകളൊക്കെ തീർക്കാൻ വേണ്ടി എന്തിനാണ് അയച്ചതെന്ന്. അതെന്താണെന്ന് വെച്ചാൽ വീട്ടുകാരുടെ ചിലവുകളുണ്ടാവുമല്ലോ, അപ്പോൾ അതും കൂടി നടത്തിക്കോട്ടെ അതിനകത്തെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീട്ടുകാരുടെ പേരിൽ പൈസ അയച്ചിട്ടോ. അതിനകത്ത് വേറെ ലാഭമൊന്നും ഉണ്ടായിരുന്നില്ല. അവരെ കാര്യങ്ങൾ കഴിഞ്ഞോട്ടെ. പിന്നെ നമ്മളിപ്പോൾ ലോണിലോട്ട് അടയ്ക്കുന്നു, പിന്നെ വീട്ടിലോട്ട് അടയ്ക്കുന്നു. അപ്പോൾ രണ്ടിനും ഇവിടെ ചാർജ് കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ചാർജ് കൊടുക്കണ്ടല്ലോ, ഇതാകുമ്പോൾ ഒറ്റൊരു ആൾക്ക് മാത്രം ട്രാൻസ്ഫർ ചെയ്താൽ അവർ ഇനി നാട്ടിലല്ലേ, അപ്പോൾ തൊട്ടടുത്ത് ബാങ്ക് 2 കിലോമീറ്റർ അടുത്താണ്. അപ്പോൾ അവിടെ കൊണ്ട് ഇട്ടോളും. അപ്പോൾ അങ്ങനെ അതും തീർന്നോളും എന്ന് വിചാരിച്ചാണ് ഞാൻ പൈസ അയച്ചു കൊടുത്തത്. പക്ഷെ നിങ്ങളിനി എന്ത് ചെയ്യണം, നിങ്ങളുടെ ഇപ്പോൾ ലോൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നേരിട്ട് അടയ്ക്കുക. ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇത് വരും. എൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ലോൺ അടയ്ക്കാൻ കൊടുത്ത പൈസയൊന്നും, അതായത് ഞാനല്ല എൻ്റെ ഹസ്ബൻഡ് ലോൺ അടയ്ക്കാൻ കൊടുത്ത പൈസയൊന്നും ഇവർ ലോൺ അടച്ചിട്ടിരുന്നില്ല. അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചുകൊണ്ടിരുന്നു. 2-3 വർഷം കഴിഞ്ഞാൽ ഞങ്ങളത് അറിഞ്ഞത് പോലും. അപ്പോൾ നേരിട്ട് നിങ്ങൾ ബാങ്ക് ലോൺ അടയ്ക്കാൻ ശ്രമിക്കുക. അത് മാത്രമല്ല, ദുബായിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ലോൺ അടയ്ക്കുന്ന ആ കാര്യങ്ങളല്ല നമ്മൾ പറഞ്ഞത്. അപ്പോൾ ലോൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് ലോൺ കിട്ടും. ഇപ്പോൾ ആ ലോൺ എടുത്തിട്ട് നമ്മൾ നാട്ടിലെല്ലാം ലോൺ അടച്ച് തീർക്കുകയാണെങ്കിൽ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ സാലറിയിൽ നിന്ന് അങ്ങ് കട്ടായി പോയിക്കോളും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത്രയും രൂപ കട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ നിസ്സാര പൈസയേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താവുന്ന പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ അങ്ങനെയാണ് ചെയ്തത്. എൻ്റെ സാലറി അക്കൗണ്ട് വെച്ചിട്ട് ഞാൻ ലോൺ എടുത്തിരുന്നു. അത് വെച്ച് ഞാൻ ബാങ്ക് ലോൺ അടച്ചിരുന്നു. അതാവുമ്പോൾ ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് കണ്ടെത്താൻ അതൊരു ഹെൽപ്പായിരുന്നു എനിക്ക്. അപ്പോൾ അത് കൊടുക്കുകയും ചെയ്തു. ആ ഹ്യൂജ് എമൗണ്ട് കൊടുത്ത് ഞാൻ ആ നാട്ടിലെ ബാങ്കിലെ ലോൺ തീർക്കുകയും ചെയ്തു. ഇവിടുത്തെ എൻ്റെ സാലറി കട്ടാവുകയും ചെയ്തോളൂ സമയം. ഞാൻ അതിന് എഫേർട്ടൊന്നും എടുക്കണ്ട. എൻ്റെ സാലറി വരുന്നു, കറക്റ്റ് ടൈമിൽ ബാങ്ക് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള സാലറി ആയിരിക്കും എനിക്ക് ഉണ്ടാവുക. അപ്പോൾ അതിലുള്ള ചിലവും വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ വലിയ ദൂരത്തൊന്നും എനിക്കില്ല. അല്ലെങ്കിലും വല്ലപ്പോഴും എന്താ പറയുക, വീട്ടിലോട്ടുള്ള സാധനങ്ങൾ മേടിക്കുക, അല്ലെങ്കിൽ വല്ലപ്പോഴും ഐശ്വര്യ ഒരു ഡ്രസ്സ്, അങ്ങനെയൊക്കെ എനിക്ക് ആവശ്യങ്ങളുള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ആ ലോൺ എടുത്തത്. എന്നും പറഞ്ഞാൽ അതും വലിയ എടുത്താൽ പോകാത്ത ലോണൊന്നും നിങ്ങൾ എടുത്ത് വെക്കരുത് കേട്ടോ. ചെറിയ ലോണേ എടുക്കാവുള്ളൂ. കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വലിയ ലോണുകളോ ബാധ്യതകളോ നമ്മൾ ഒരിക്കലും എടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇനി ലോൺ എടുത്ത് വീട് വയ്ക്കാൻ തീരുമാനിക്കുന്ന ആൾക്കാർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിക്കലും നിങ്ങൾ ഹ്യൂജ് എമൗണ്ട് ലോണിൽ മാത്രം ആശ്രയിച്ചിട്ട് ഒരിക്കലും ഒരു വീട് വയ്ക്കാൻ ശ്രമിക്കരുത്. എപ്പോഴും നമ്മുടെ കയ്യിൽ ഇനിഷ്യലായിട്ട് കുറച്ച് പേയ്മെൻറ്റ് വേണം. ചിലപ്പോൾ വീട് പണി പതിയെ നടക്കുള്ളായിരിക്കും, പക്ഷേ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അല്ലാണ്ട് ലോൺ ഇട്ട് നമ്മൾ വീട് വെച്ചാൽ ചിലപ്പോൾ വീടാവുമായിരിക്കും. ഈ വാടകയ്ക്കൊക്കെ കിടക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ വിചാരിക്കും, അയ്യോ വാടക കൊടുക്കണതിനുകൊണ്ട് ഈ ലോൺ അടയ്ക്കാമല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ വാടകയ്ക്ക് എടുക്കുവാണെങ്കിൽ വാടക മാത്രം കൊടുത്ത് അത് തലവേദന ഒഴിപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ
പക്ഷെ ഇതങ്ങനെയല്ല. ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലോൺ അടയ്ക്കാനെങ്ങാനും ഒരു മാസം ഇപ്പോൾ ഒരു മാസം ഇല്ല അടയ്ക്കണ്ട എന്ന് വിചാരിച്ചാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കുറച്ച് അങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ബാങ്കുകാർ ഇങ്ങോട്ട് വന്നിട്ട് ഇത് മൊത്തം ജപ്തിയായിട്ട് പോകും. അതല്ലെങ്കിൽ എന്താ പറയുക, ആ പേയ്മെൻറ്റ് ഇങ്ങനെ കൂടി വരും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അതിനകത്ത്. കുറച്ച് ഇനിഷ്യൽ പേയ്മെൻറ്റ് എപ്പോഴും നമ്മൾ മാറ്റി വെക്കണം, എങ്കിൽ മാത്രമാണ് ഒരു വീട് പണി തുടങ്ങാവുള്ളൂ. അല്ലാണ്ട് മൊത്തവും നമ്മൾ ബാങ്കിനെ ആശ്രയിക്കരുത്. എൻ്റെ ഹസ്ബൻഡിനൊക്കെ പറ്റിയത് അങ്ങനെയാണ്. കാരണം എൻ്റെ ഹസ്ബൻഡൊക്കെ ആശ്രയിച്ചത് മൊത്തവും, അവർക്കൊരു സേവിങ്സ് ഉണ്ടായിരുന്നില്ല. മൊത്തവും പൈസ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിനെ ആശ്രയിച്ചിട്ട് ബാങ്ക് തന്ന പൈസ, അതുപോലെ തന്നെ കുറേ അതല്ലാണ്ട് കുറേ കടങ്ങൾ ഉണ്ടാക്കി വെച്ചു. അങ്ങനെയാണ് വീട് പണി ഉണ്ടാക്കിയത്. വീട് പണി എന്ന് പറഞ്ഞാൽ വലിയൊരു എന്താ പറയുക, വീട് മലയാളികൾക്കാണ് അങ്ങനെ കേട്ടോ. വീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വീട് വേണം എന്നുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹവും കുറച്ചുകൂടെ ആഡംബരമായിട്ട് തന്നെ അവരത് ചെയ്യുകയും ചെയ്യും. വീടെന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാർ ലോൺ എടുക്കുന്ന വീട് വെക്കാൻ. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഉദാഹരണം പറയുന്നത്. വീടെന്ന് പറഞ്ഞൊരു ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വീട്, അതുപോലെ ഗോൾഡ് എല്ലാം ചിലപ്പോൾ പിന്നീട് നമുക്ക് ഉപയോഗിക്കാതിരിക്കാം, പിന്നീട്. പക്ഷേ ഇപ്പം കടങ്ങൾ ഉണ്ടായിട്ട് ഇപ്പം നമ്മൾ എന്നിട്ട് ഇതിനകത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതൊരു നഷ്ടക്കച്ചവടമായിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഈ ഒരു തുക, വീട് വെക്കാൻ എടുത്ത ഈ ഒരു തുകയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ട്രേഡ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല 100% കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ആ ഒരു മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാത്തൊരു പരിപാടിയാണ് യൂട്യൂബ്. അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക്. അതായത് യൂട്യൂബിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ മേടിച്ചിട്ട് നല്ല നല്ല വീഡിയോസ് എടുക്കുക. അങ്ങനെ അതിനൊരു വരുമാനം വരും. വരുമാനം വരുമ്പോൾ അതിനെ കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വീടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മേടിക്കാമെന്നേ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാം. ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ പല ആൾക്കാരുടെയും ഫിനാൻഷ്യൽ അഡ്വൈസറിന് കുറേ ആൾക്കാർ വീഡിയോ കാണുമായിരുന്നു. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നുണ്ട് വീടൊരു ഡെഡ് മണിയാണ്, നിങ്ങൾ വാടകയ്ക്ക് ഇടുന്നിട്ടാണെങ്കിലും നിങ്ങൾ ബിസിനസ്സിൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ ഇത് എന്തുവാന്ന് എനിക്ക് തോന്നുമായിരുന്നു. അങ്ങനല്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ കാര്യത്തിലോട്ട് വന്നപ്പോൾ, എൻ്റെ ലൈഫിലോട്ട് ഇങ്ങനെ ഒരു അനുഭവം വന്നപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായ ഒരു കാര്യമുണ്ട്. സത്യമാണ് അവർ പറഞ്ഞത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടേ മലയാളികൾക്ക് മാത്രമല്ല, പ്രത്യേകിച്ചും മലയാളികളായിട്ടുള്ള പ്രവാസികൾക്ക് പറ്റുന്നൊരു പറ്റാണത്. നമ്മൾ വലിയൊരു വീടിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഞാനൊരു പ്രവാസി ആയപ്പോൾ, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീട് പണിതപ്പോൾ, എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചപ്പോൾ ഒക്കെ എനിക്കിപ്പോൾ ഒരു എന്താ പറയുക, അയ്യോ അതങ്ങനെ വേണ്ടായിരുന്നു, കുറച്ചുകൂടെ എന്തെങ്കിലും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാമായിരുന്നു, അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് എനിക്കൊരു വീട് പണിയാമായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷെ കാര്യമില്ലല്ലോ, എല്ലാം കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ എങ്ങനെയല്ല ലോണൊന്ന് വീട്ടിൽ കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ശരിക്കും ലോൺ ഉണ്ടായാലുണ്ടല്ലോ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ശരിക്കും എന്താ പറയുക, ജീവിക്കാൻ പറ്റത്തില്ല എപ്പോഴും. ലോണുള്ളവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. ഇതിപ്പോൾ എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ലോൺ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ EMI ആയിട്ട് അടയ്ക്കാണ്ട് വലിയൊരു എമൗണ്ട് തന്നെ കണ്ടെത്തുക, അത് നേരെ അടയ്ക്കുക ബാങ്കിലോട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ബാങ്കിൽ ആ ഒരു എമൗണ്ട് നിങ്ങൾ ഇട്ട് കഴിയുമ്പോൾ തന്നെ പറയണം, ബാങ്കിൽ ഒരു ഇമെയിൽ അയച്ചിട്ട് പറയണം, ഇതുപോലെ ഞാൻ ഇത്രയും പേയ്മെൻറ്റ് അയച്ചിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട്, അത് നിങ്ങൾ എൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടിൽ കുറച്ച് തരണം എന്നുള്ള റിക്വസ്റ്റ് നിങ്ങൾ കൊടുക്കാൻ മറന്നു പോകരുത്. അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓരോ മാസവും ഇതുപോലെ ഗഡുക്കളായിട്ട് എടുക്കാൻ തുടങ്ങും. അത് നിങ്ങൾക്ക് ലാഭമില്ല, അതിനകത്തൊരു നഷ്ടം മാത്രമേ ഉള്ളൂ. ഈ വലിയ എമൗണ്ട് ഇങ്ങനെ ബാങ്കിലോട്ട് ഇടുന്നത് കൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻട്രസ്റ്റും കുറയും. പ്രിൻസിപ്പൽ എമൗണ്ടിലോട്ട് ഒരു വലിയ തുക അങ്ങോട്ട് ചെന്ന് കയറുന്ന കഴിയുമ്പോൾ ഉറപ്പായിട്ട് ഇപ്പോൾ 10 ലക്ഷം രൂപ ലോൺ എടുത്ത ഒരാളാണെങ്കിൽ മാസം 10% വെച്ചാണ് പലിശ വരുന്നതെങ്കിൽ നിങ്ങളൊരു 5 ലക്ഷം രൂപ അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇനി നിങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ പലിശ വരത്തില്ല. നിങ്ങൾക്ക് ഉറപ്പായിട്ട് 5 ലക്ഷം രൂപയുടെ പലിശയെ വരത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ കടങ്ങളെല്ലാം ഇങ്ങനെയാണ് വീട്ടിയത്. ഇനിയുണ്ട് കടങ്ങൾ കുറച്ചുകൂടെ, അതെല്ലാം എത്രയും പെട്ടെന്ന് വീട്ടാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയുള്ളൂ. കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ബാങ്ക് ലോൺ ഉണ്ടോ, എങ്ങനെയാണ് അടച്ചു തീർത്തത് എന്നൊക്കെ പറയണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരെ ബൈ. ഓക്കെ, സീ യു.